ഹായ് ഫ്രണ്ട്സ്, PSC പഠിപ്പുരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് കെമിസ്ട്രി ക്ലാസ് ആണ്. ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കായ ആറ്റവും ആറ്റത്തിൻ്റെ ഘടനയുമാണ് എടുക്കുന്നത്. ആറ്റവും ആറ്റത്തിൻ്റെ ഘടനയും. ആറ്റം രാസപരമായ ഒരു പദാർത്ഥത്തിൻ്റെ ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. രാസപരമായി ഒരു പദാർത്ഥത്തിൻ്റെ ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. ഒരു മൂലകത്തിന്റെ എല്ലാ സ്വഭാവവും കാണിക്കുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. ആറ്റം എന്ന് പറഞ്ഞാൽ രാസപരമായ ഒരു പദാർത്ഥത്തിന്റെ ഏറ്റവും ചെറിയ കണിക. ഒരു മൂലകത്തിന്റെ എല്ലാ സ്വഭാവവും കാണിക്കുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. തന്മാത്ര എന്ന് വെച്ചാൽ ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണങ്ങളുമുള്ള ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര. ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണങ്ങളുമുള്ള ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര. സ്വതന്ത്രാവസ്ഥയിൽ നിലനിൽക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര. സ്വതന്ത്രമായ അവസ്ഥയിൽ നിലനിൽക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര. അപ്പോൾ തന്മാത്ര എന്ന് പറഞ്ഞാൽ ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണങ്ങളും നിലനിർത്തുന്ന അതിന്റെ ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര. ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണങ്ങളും നിലനിർത്തുന്ന അതിന്റെ ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര. നെക്സ്റ്റ് പോയിന്റ് ജോൺ ഡാൾട്ടനെ കുറിച്ചാണ്. ആറ്റത്തിനെ കണ്ടെത്തി ആധുനിക ആറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ചു. ആറ്റത്തിനെ കണ്ടെത്തി ആധുനിക ആറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ചു. മുറിക്കാനാകാത്തത് അല്ലെങ്കിൽ വിഭജിക്കാനാകാത്തത്. ആറ്റമോസ് എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ആറ്റം എന്ന വാക്കുണ്ടായത്. അപ്പോൾ ജോൺ ഡാൾട്ടനെ കുറിച്ചുള്ള പോയിന്റ്, ആറ്റത്തിനെ കണ്ടെത്തി ആധുനിക ആറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ചു. മുറിക്കാനാകാത്തത് അല്ലെങ്കിൽ വിഭജിക്കാനാകാത്തത്. ആറ്റമോസ് എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ആറ്റം എന്ന വാക്കുണ്ടായത്. ആറ്റോമിക സിദ്ധാന്തത്തിലെ പ്രധാന ആശയങ്ങൾ. എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന് പറയുന്ന അതിസൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിതമാണ്. എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന് പറയുന്ന അതിസൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിതമാണ്. രാസപ്രവർത്തന വേളയിൽ ആറ്റത്തെ വിഭജിക്കാൻ കഴിയില്ല, അതുപോലെ നിർമ്മിക്കാനും കഴിയില്ല. അപ്പോൾ രാസപ്രവർത്തന വേളയിൽ ആറ്റത്തെ വിഭജിക്കാനോ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല. ഒരു മൂലകത്തിന്റെ ആറ്റങ്ങളെല്ലാം ഗുണത്തിലും വലുപ്പത്തിലും മാസിലും സമാനമായിരിക്കും. ഒരു മൂലകത്തിന്റെ ആറ്റങ്ങളെല്ലാം ഗുണത്തിലും വലുപ്പത്തിലും മാസിലും സമാനമായിരിക്കും. വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്ത ഗുണങ്ങളും മാസും ഉള്ളവ ആയിരിക്കും. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. ഇമ്പോർട്ടൻ്റ് ആണ്. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. രണ്ടോ അതിലധികമോ മൂലകങ്ങളുടെ ആറ്റങ്ങൾ ലളിതമായ അനുപാതത്തിൽ സംയോജിച്ചാണ് സംയുക്തങ്ങൾ ഉണ്ടാകുന്നത്. രണ്ടോ അതിലധികമോ മൂലകങ്ങളുടെ ആറ്റങ്ങൾ ലളിതമായ അനുപാതത്തിൽ സംയോജിച്ചാണ് സംയുക്തങ്ങൾ ഉണ്ടാകുന്നത്. നെക്സ്റ്റ് പോയിന്റ് ജെ തോംസണെ കുറിച്ചാണ്. ആദ്യമായി ഒരു ആറ്റം മോഡൽ അവതരിപ്പിച്ചു. ജെ തോംസൺ ആണ് ആദ്യമായി ഒരു ആറ്റം മോഡൽ അവതരിപ്പിച്ചു. ആറ്റത്തെ വിഭജിക്കാനാകുമെന്ന് തെളിയിച്ചു. ആറ്റത്തെ വിഭജിക്കാനാകുമെന്ന് തെളിയിച്ചു. പ്ലം പുഡിംഗ് മാതൃക, റേസിൻ പുഡിംഗ് മാതൃക, തണ്ണീർമത്തൻ മാതൃക എന്നിവ കണ്ടുപിടിച്ചത് ജെ തോംസൺ. ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണമായ ഇലക്ട്രോണിനെ കണ്ടെത്തിയത് ജെ തോംസൺ ആണ്. ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണമായ ഇലക്ട്രോണെ കണ്ടെത്തി. അപ്പോൾ ജെ തോംസന്റെ പോയിന്റ്, ആദ്യമായി ഒരു ആറ്റം മോഡൽ അവതരിപ്പിച്ചു. ആറ്റത്തെ വിഭജിക്കാനാകുമെന്ന് തെളിയിച്ചു. പ്ലം പുഡിംഗ് മാതൃക, റേസിൻ പുഡിംഗ് മാതൃക, തണ്ണീർമത്തൻ മാതൃക. ആറ്റത്തിന്റെ നെഗറ്റീവ് ചാർജുള്ള കണമായ ഇലക്ട്രോണെ കണ്ടെത്തി. നെക്സ്റ്റ് പോയിന്റ് റൂദർഫോർഡിനെ കുറിച്ചാണ്. ആൽഫ കണിക പരീക്ഷണം, സ്വർണ്ണത്തകിട് പരീക്ഷണം എന്നിവ നടത്തിയത് റൂദർഫോർഡ് ആണ്. ആൽഫ കണിക പരീക്ഷണം, സ്വർണ്ണത്തകിട് പരീക്ഷണം എന്നിവ നടത്തി. 1911 ന്യൂക്ലിയസിനെ കണ്ടെത്തിയത് റൂദർഫോർഡ് ആണ്. 1911 ന്യൂക്ലിയസിനെ കണ്ടെത്തി. 1920 പ്രോട്ടോണെ കണ്ടെത്തി. ന്യൂക്ലിയർ ഫിസിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് റൂദർഫോർഡ് ആണ്. ന്യൂക്ലിയർ ഫിസിക്സിന്റെ പിതാവ്. ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക അവതരിപ്പിച്ചത് റൂദർഫോർഡ് ആണ്. ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക അവതരിപ്പിച്ചു. ആറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണമായ ന്യൂട്രോണിന്റെ സാന്നിധ്യം പ്രവചിച്ചു. ആറ്റത്തിലെ
ചാർജ് ഇല്ലാത്ത കണമായ ന്യൂട്രോണിന്റെ സാന്നിധ്യം പ്രവചിച്ചത് റൂദർഫോർഡ് ആണ്. അപ്പോൾ 1911 ന്യൂക്ലിയസിനെ കണ്ടെത്തി. 1920 പ്രോട്ടോണെ കണ്ടെത്തി. ന്യൂക്ലിയർ ഫിസിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു. ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക അവതരിപ്പിച്ചു. ആറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണമായ ന്യൂട്രോണിന്റെ സാന്നിധ്യം പ്രവചിച്ചു. ആറ്റത്തിന്റെ ന്യൂക്ലിയർ മോഡൽ അഥവാ പ്ലാനറ്ററി മോഡൽ. ആറ്റത്തിന്റെ ന്യൂക്ലിയസ് എന്ന ഒരു കേന്ദ്രഭാഗം ആറ്റത്തിനുണ്ട്. ആറ്റത്തിന് ന്യൂക്ലിയസ് എന്ന ഒരു കേന്ദ്രഭാഗമുണ്ട്. ആറ്റത്തിന്റെ വലിപ്പവുമായി താരതമ്യം ചെയ്യുമ്പോൾ ന്യൂക്ലിയസിന്റെ വലിപ്പം വളരെ കുറവാണ്. ആറ്റത്തിന്റെ വലിപ്പവുമായി താരതമ്യം ചെയ്യുമ്പോൾ ന്യൂക്ലിയസിന്റെ വലിപ്പം വളരെ കുറവാണ്. ആറ്റത്തിന്റെ മുഴുവൻ പോസിറ്റീവ് ചാർജും മാസ് ഏകദേശം പൂർണ്ണമായും ന്യൂക്ലിയസിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ആറ്റത്തിന്റെ മുഴുവൻ പോസിറ്റീവ് ചാർജും മാസും ഏകദേശം പൂർണ്ണമായും ന്യൂക്ലിയസിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റും വൃത്താകൃതിയിലുള്ള ഓർബിറ്റലിൽ വളരെ വേഗത്തിൽ പ്രദക്ഷിണം ചെയ്യുന്നു. ഇലക്ട്രോണുകൾ എങ്ങനെ ന്യൂക്ലിയസിന് ചുറ്റും വൃത്താകൃതിയിലുള്ള ഓർബിറ്റലിൽ വളരെ വേഗത്തിൽ പ്രദക്ഷിണം ചെയ്യുന്നു. നെക്സ്റ്റ് പോയിന്റ് ന്യൂട്രോണെ കുറിച്ചാണ്. ന്യൂക്ലിയസിന്റെ യഥാർത്ഥ മാസ് പ്രോട്ടോണുകളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ റൂദർഫോർഡ് കണക്ക് കൂട്ടിയതിനേക്കാൾ വളരെ കൂടുതലാണെന്ന് കണ്ടു. എന്നാൽ ഈ വൈരുദ്ധ്യം പരീക്ഷണങ്ങളിലൂടെ തെളിയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. പിന്നീട് 1932 ജെയിംസ് ചാഡ്വിക് ചില നിർവീര്യ കണങ്ങൾ കൂടി ന്യൂക്ലിയസിനകത്തുണ്ടെന്നും അവർക്ക് ഏകദേശം ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസാണെന്നും കണ്ടെത്തി. ചാർജ് ഇല്ലാത്തതിനാൽ ഈ കണത്തിന് ന്യൂട്രോൺ എന്ന് പേര് നൽകി. അപ്പോൾ ന്യൂട്രോൺ കണ്ടെത്തിയത് ജെയിംസ് ചാഡ്വിക് 1932 ന്യൂക്ലിയസിനകത്ത് ഏകദേശം ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസുള്ള ചാർജ് ഇല്ലാത്ത കണങ്ങളെ കണ്ടെത്തി. അതാണ് ന്യൂട്രോൺ എന്ന് പറയുന്നത്. 1932 ജെയിംസ് ചാഡ്വിക് ആണ് കണ്ടെത്തിയത്. നെക്സ്റ്റ് പോയിന്റ് ഇലക്ട്രോണെ കുറിച്ചാണ്. ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണമാണ് ഇലക്ട്രോൺ. ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണമാണ് ഇലക്ട്രോൺ. ആറ്റത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ കണം, ചലന സ്വാതന്ത്ര്യമുള്ള കണം. ഒരു ആറ്റത്തിന്റെ രാസപ്രവർത്തനത്തിൽ നിർണായക പങ്കുവഹിക്കുന്ന കണമാണ് ഇലക്ട്രോൺ. ആറ്റത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ കണം, ചലന സ്വാതന്ത്ര്യമുള്ള കണം. ഒരു ആറ്റത്തിന്റെ രാസപ്രവർത്തനത്തിൽ നിർണായക പങ്കുവഹിക്കുന്ന കണമാണ് ഇലക്ട്രോൺ. നെക്സ്റ്റ് പ്രോട്ടോൺ എന്ന് പറഞ്ഞാൽ ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണമാണ് പ്രോട്ടോൺ. ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണമാണ് പ്രോട്ടോൺ. ന്യൂട്രോൺ എന്ന് പറഞ്ഞാൽ ആറ്റത്തിനുള്ളിലെ ചാർജ് ഇല്ലാത്ത കണങ്ങളാണ്. ആറ്റത്തിലെ ഏറ്റവും ഭാരം കൂടിയ കണമാണ് ന്യൂട്രോൺ. ന്യൂട്രോൺ ആറ്റത്തിലെ ഏറ്റവും ഭാരം കൂടിയ കണമാണ് ന്യൂട്രോൺ. ചാർജ് ഇല്ലാത്തതുമാണ് ന്യൂട്രോൺ. നിങ്ങൾക്ക് നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോ വീണ്ടും ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. നന്ദി.